റോമാൻ റോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സീ ബ്രീം ഫിഷ് നിർവാണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് നിർവാണ പലതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സീ ബ്രീം ഉപയോഗിച്ച് ഫിഷ് നിർവാണ ഉണ്ടാകുന്നത് അത്രയധികം കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റ് എല്ലാ ഫിഷ് ഉപയോഗിച്ച് നമ്മൾ നിർവാണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാണ് ഈ സീ ബ്രീം ഫിഷ് നിർവാണ. എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമായി ഫിഷ് മാറിനേറ്റ് ചെയ്യുന്നതിനായി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ വശത്തേക്കും നന്നായി തന്നെ മസാല നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മീനിലേക്ക് ഈ ഉപ്പും എരിവും പുളിയും ഒക്കെ നന്നായി തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മീൻ ഫ്രൈ ചെയ്യുന്നതിനായി പാൻ ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുകളിലായി നമ്മുടെ മീൻ വെച്ച ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം മീൻ ഒന്ന് തിരിച്ചിട്ട് അടുത്ത 2 മിനിറ്റ് മീനിൻ്റെ മറുവശം ഫ്രൈ ചെയ്യാം. മീനിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി കിട്ടുന്നതിനായി ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ച് 3-4 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 4 മിനിറ്റിന് ശേഷം മീൻ തിരിച്ചിട്ട് മറുവശം കൂടെ അതേപോലെ തന്നെ അടച്ചു വെച്ച് വീണ്ടും 4 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സീ ബ്രീം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒത്തിരി ഇട്ട് മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മീനിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കളയാൻ പാടില്ല. അടുത്തതായി ഒരു മൺചട്ടിയിലേക്ക് വാഴയില ഇതേപോലെ വെച്ച ശേഷം നമ്മുടെ മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച കറിവേപ്പില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് മതിയാകും. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മാങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു 3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിക്കായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാലിലേക്ക് മീനിൻ്റെ ഫ്ലേവറും നമ്മളിട്ട ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമാങ്ങയുടെ ഫ്ലേവറും ഒക്കെ നന്നായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ മീനിലേക്കും തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഫുള്ളായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വന്തം സീ ബ്രീം ഫിഷ് നിർവാണ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ശരിക്കും ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ള മറ്റ് എല്ലാ ഫിഷ് നിർവാണയേക്കാളും നമ്മുടെ ഈ ഉണ്ടാക്കിയ സീ ബ്രീം ഫിഷ് നിർവാണ അതൊരു പടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ? കണ്ണും പൊടി ട്രൈ ചെയ്തോളൂ, അടിപൊളിയായിട്ടാണ്. എങ്കിൽ പിന്നെ ശരി, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.